കൂട്ടുകാരെ, എല്ലാവർക്കും ലക്ഷ്മീസ് ഫ്രണ്ട്ലി വേൾഡിലേക്ക് സ്വാഗതം. ലോക ജൈവ വൈവിധ്യ ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. ആദ്യമായി ലോക ഭൗമ ഉച്ചകോടി നടന്നത് എന്നാണ്? 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച്. 2024 ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? പദ്ധതിയുടെ ഭാഗമാവുക, ബി പാർട്ട് ഓഫ് ദ പ്ലാൻ. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പങ്കിട്ട ഭാവി കെട്ടിപ്പടുക്കുക, ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലൈഫ് എന്നതായിരുന്നു 2022 സന്ദേശം. ഉടമ്പടിയിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക്, ജൈവ വൈവിധ്യം പുനർസ്ഥാപിക്കുക, ഫ്രം എഗ്രിമെൻറ്റ് ടു ആക്ഷൻ, ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നതായിരുന്നു 2023 സന്ദേശം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം. എത്ര തരത്തിലുള്ള ജൈവ വൈവിധ്യ സംരക്ഷണ മാർഗങ്ങളുണ്ട്? 2 തരം, ഇൻസിറ്റു, എക്സിറ്റു. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റേച്ചൽ കാഴ്സൺ. റേച്ചൽ കാഴ്സന്റെ ആഗോള ശ്രദ്ധ നേടിയ കൃതിയാണ് നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? കൊല്ലം ജില്ലയിലെ ചെന്തുരിണി വന്യജീവി സങ്കേതം. കേരളത്തിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? പെരിയാർ, പറമ്പിക്കുളം എന്നീ 2 കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ. കൺസർവേഷൻ ഇന്റർനാഷണൽ അംഗീകരിച്ച എത്ര മെഗാ ഡൈവേഴ്സ് രാജ്യങ്ങൾ ലോകത്ത് നിലവിലുണ്ട്? 17 മെഗാ ഡൈവേഴ്സ് രാജ്യങ്ങൾ. ലോകത്ത് മരുന്ന് ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ജൈവ വൈവിധ്യ ശാഖ ഏതാണ്? സസ്യങ്ങൾ. ജൈവ വൈവിധ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ഒ വിൽസൺ. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരി. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിഹ്നങ്ങൾ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. കാഞ്ഞിരമരത്തെ ഔദ്യോഗിക വൃക്ഷമായും പെരിയ പോളത്താളി ഔദ്യോഗിക പുഷ്പമായും വെള്ളവയറൻ കടൽപ്പരുന്തിനെ ഔദ്യോഗിക പക്ഷിയായും പാലപ്പൂവൻ ആമയെ ഔദ്യോഗിക ജന്തുവുമായാണ് കാസർഗോഡ് ജില്ല പ്രഖ്യാപിച്ചത്. ഏറ്റവും കുറവ് വന്യജീവികളുള്ള ഭൂഖണ്ഡം ഏത്? അന്റാർട്ടിക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്ന പ്രദേശം? ബ്രസീലിലെ ആമസോൺ മഴക്കാടുകൾ. ഇന്ത്യയിൽ എത്ര ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ നിലവിലുണ്ട്? 4. ഹിമാലയ മലനിരകൾ, ഇൻഡോ ബർമ പ്രദേശം, പശ്ചിമഘട്ടം, സണ്ടർലാൻഡ് എന്നിവയാണ് ഇന്ത്യയിലെ 4 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ. ഇവയിൽ ഇൻഡോ ബർമ പ്രദേശവും സണ്ടർലാൻഡും ഇന്ത്യയുടെ അതിർത്തിയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം? ബ്രസീൽ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം? പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം ദേശീയ ഉദ്യാനം.
ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കായി ബ്ലോഗിൽ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സന്ദർശിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.